എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സപ്തസ്വരങ്ങൾ ഒരു സ്ട്രിങ്ങിൽ വായിക്കുന്നതും അതുപോലെ അകാര സാധകം ചെയ്യുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരീക്ഷയാണ് സരളി പരീക്ഷകൾ. സരളി പരീക്ഷകൾ നമുക്ക് പല സ്പീഡുകളിൽ വായിക്കുക എന്നുള്ളതാണ്. നോർമലി നമ്മൾ സാധകം ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട്. കാരണം എല്ലാം ആദ്യം മുതലേ ഒന്നാം കാലം വായിച്ചു, 2 വായിച്ചു, 3 വായിച്ചു, 4 വായിച്ചു എന്നൊക്കെ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഈ 3 കാലങ്ങൾ ഒരുമിച്ച് നമുക്ക് വായിക്കാൻ പറ്റിയാൽ, ഇപ്പോൾ സരിഗമ ആദ്യത്തെ പരീക്ഷ എടുത്താൽ അത് 3 കാലം ചേർത്ത് വായിക്കുക. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രാക്ടീസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചും കൂടിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അത് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാലം എന്ന ഒരു കൺസെപ്റ്റ്, അതായത് സ്പീഡ് എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ വേരിയേഷൻസ് ചെയ്യാം. ഇപ്പോൾ നോർമലി വെസ്റ്റേണിലാണെങ്കിൽ ഇത്ര BPM ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ളൊരു കണക്കിന് നമ്മൾ സ്പീഡ് കയറ്റി വരുന്നു. പക്ഷെ നമ്മുടെ കർണാടക സംഗീതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് കാലങ്ങൾ എന്ന് പറയും. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം. ഇതിൻ്റെ വ്യത്യാസം, ഇതിലെ കാലപ്രമാണം ഒരുപോലെയാണ്. അതായത് 1, 2, 3, 4 ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ ഒരു പേസിൽ തന്നെ താളം പൊക്കോണ്ടിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ടെമ്പോയിൽ എത്ര സ്വരങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നു എന്ന കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ താളം എന്ന താളം എല്ലാവർക്കും അറിയാവുന്ന താളമാണ്. അടി, 1-ാം വിരൽ, 2-ാം വിരൽ, 3-ാം വിരൽ, അടി വീച്ച്, അടി വീച്ച്, ഇതാണ്. അപ്പോൾ ഇതിൽ 1-ാം കാലത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ബീറ്റിൽ ഒരു സ്വരം പാടുക അല്ലെങ്കിൽ വായിക്കുക. അതായത് 1-ാം കാലത്തിൽ സരിഗമപദനിസ പറഞ്ഞാൽ സ, രി, ഗ, മ, പ, ധ, നി, സ എന്ന്. അപ്പോൾ നമ്മൾ ആ താളം പിടിക്കുന്ന സ്പീഡും ഇതിനകത്തൊരു ഘടകമാണ് കേട്ടോ. താളം വളരെ സ്പീഡിൽ തന്നെ പിടിച്ചു തുടങ്ങിയാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 4 കാലം വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ താളം പതുക്കെ തന്നെ ഈ ഒരു ടെമ്പോ ആദ്യം സെറ്റ് ചെയ്യുക, എത്ര സ്പീഡിൽ വേണമെന്ന്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കാലം പറയാൻ പറ്റുക. 1-ാം കാലത്തിൽ റെഡിക്ക് ഒരു സ്വരം സ, രി, ഗ, മ, പ, ധ, നി, സ ഇങ്ങനെ വരും. ഇനി 2-ാം കാലം വന്നാലോ, ഒരടിക്ക് 2 സ്വരം സ, രി, ഗ, മ, പ, ധ, നി, സ എന്ന് വരും. ഇനി 3-ാം കാലത്തിലേക്ക് പോയാലോ, 4 സ്വരം. 1-ാം കാലത്തിൽ 1 സ്വരം, 2-ാം കാലത്തിൽ അതിൻ്റെ ഇരട്ടി 2 സ്വരം, 3-ാം കാലത്തിൽ അതിൻ്റെയും ഇരട്ടി 2-ൻ്റെ ഇരട്ടി 4. അങ്ങനെയാണ് 3-ാം കാലത്തിൽ വരുന്നത്. അപ്പം സ, രി, ഗ, മ, പ, ധ, നി, സ എന്ന് വരും. ഇനി 4-ാം കാലത്തിലേക്ക് പോയാലോ, ഒരു ബീറ്റിൽ 8 സ്വരം, 4-ൻ്റെ ഇരട്ടി. 3-ാം കാലത്തിൽ 4 സ്വരമാണ്, 4-ാം കാലത്തിൽ 8 സ്വരമാണ്. സ, രി, ഗ, മ, പ, ധ, നി, സ എന്ന് വരും. അങ്ങനെയാണ് കാലങ്ങളുടെ ഒരു കിടപ്പ്. മനസ്സിലായല്ലോ? ഓരോത്തിലും നമുക്ക് വ്യത്യാസം മനസ്സിലായത് എന്താണ്? താളം ഒരുപോലെ തന്നെ പോകുന്നു, പക്ഷേ എത്ര സ്വരങ്ങൾ നമ്മൾ ആ ഒരു ബീറ്റിൽ പാടുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കാലം പറയുന്നത്. അതാണ് കാലം. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുമ്പോൾ സ്പീഡ് കൂടി വരും. നമ്മൾ പാടുന്നതിൻ്റെ സ്പീഡ് കൂടും, പക്ഷേ താളം എപ്പോഴും അതിനെ ആ പ്രമാണത്തിൽ കിടക്കും. ആ പ്രമാണം ഒരിക്കലും തെറ്റാൻ പാടില്ല. അതിനൊരു ഫിക്സഡ് ആയിട്ട് പോകുന്നൊരു മീറ്ററാണ്. നമ്മുടെ പാട്ടിൻ്റെ ഒരു മീറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് താളം ഉപയോഗിക്കുന്നത്. എല്ലാ സംഗീത വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു ലെസണാണ് സരളി പരീക്ഷ. ഈ സരളി പരീക്ഷ ഞാൻ പറഞ്ഞ 4 കാലങ്ങളിൽ വായിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. സരളി പരീക്ഷ എത്ര എണ്ണം ഉണ്ട്, അതെല്ലാം നമുക്ക് 4 കാലം വായിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാലങ്ങളെല്ലാം ചേർത്തൊന്ന് വായിക്കാൻ പറ്റിയാൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് പ്രാക്ടീസ് റുട്ടീനായിട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകാനും അതുപോലെ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനൊക്കെ പറ്റുന്നൊരു മെത്തേഡാണ്. അത് ഞാനിന്നൊന്ന് ഷെയർ ചെയ്യണം. ഗുരുനാഥന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു ലെസൺ അല്ല, മെത്തേഡാണ്, പ്രാക്ടീസ് മെത്തേഡ്. ഞാനൊന്ന് ജസ്റ്റ് പാടി കേൾപ്പിക്കാം, എന്നിട്ട് വയലിൽ വായിക്കാം. അത് 1-ാം കാലത്തിൽ തുടങ്ങുന്നു, ശ്രദ്ധിക്കുക. സ, രി, സ, രി. നെക്സ്റ്റ് പാർട്ട് നമ്മൾ
രണ്ടാം കാലത്തിൽ വായിക്കാം. സ രി ഗ മ, ഒരടിക്ക് 2 സ്വരം. ഇനി അടുത്ത പാർട്ട് നമ്മൾ മൂന്നാം കാലത്തിൽ സ രി ഗ മ പ ധ നി സ എന്ന്. തിരിച്ചു വരുമ്പോൾ സ നി സ നി, ഒരക്ഷരം വെച്ചിട്ട് ഒരു സ്വരം വെച്ചിട്ട്, പിന്നെ സ നി ധ പ മ ഗ രി സ എന്ന് വായിക്കാം. സ രി സ രി സ രി ഗ മ പ ധ നി സ സ നി ധ പ. വായിക്കാം. സ രി സ രി സ രി ഗ മ സ നി സ നി. അടുത്തത് സരിഗ സരിഗ സരി സരിഗ മ പ ധ നി സ സനിധ സനിധ സനി സനിധ പ മ ഗ രി സ. എങ്ങനെ വായിക്കാം? സ രി ഗ സ രി ഗ സ രി സരി ഗ സ നി ധ സ നി ധ സ നി. നമ്മൾ താളിടുമ്പോൾ സ രി ഗ സ രി ഗ സ രി സരി ഗ മ പ ധ നി സ സ നി ധ സ നി ധ സ നി സ നി ധ പ മ ഗ രി സ. വായിക്കുമ്പോൾ അടുത്തത് സ രി ഗ മ സ രി ഗ മ സ രി ഗ മ പ ധ നി സ സ നി ധ പ സ നി ധ പ സ നി ധ പ മ ഗ രി സ. അടുത്തത് സ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ സ നി ധ പ മ ഗ രി സ. അടുത്തത് സ രി ഗ മ പ ധ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ സ നി ധ പ മ ഗ രി സ. അടുത്തത് സ രി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. അടുത്ത സ രി ഗ മ പ മ ഗ രി സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ധ നി സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. അടുത്തത് സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ നി ധ പ മ സ നി ധ പ മ ഗ രി സ. മ ഗ രി സ പ മ ഗ രി സ രി ഗ മ പ ധ നി സ പ ധ നി സ മ പ ധ നി സ നി ധ പ മ ഗ രി സ. ഗരി സ മ ഗരി പ മ സ രി ഗ മ പ ധ നി സ. എങ്ങനെയാണ്? ഗരി സ മ ഗരി പ മ സ രി ഗ മ പ ധ നി സ ധ നി സ പ ധ നി മ പ സ നി ധ പ മ ഗ രി സ.
രി മ ഗ പ മ സ രി ഗ മ പ ധ നി സ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രി സ. ഇങ്ങനെ ഇതുപോലെ എല്ലാ സല്യൂഷകളെല്ലാം തന്നെ വായിക്കാം. ഇനിയുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യാം. ആദ്യം 1-ാം കാലം 2-ാം കാലം 3-ാം കാലം നിങ്ങൾ സാധാരണ പോലെ തന്നെ വായിക്കുക. പിന്നീട് നമുക്ക് ഇതൊരു ഡെയിലി റുട്ടീനായിട്ട് കൊണ്ടുപോകുമ്പോൾ സാധകം എപ്പോഴും നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ഒരു നല്ല ആർട്ടിസ്റ്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളായാലും ഇത് വയലിൻ പഠിച്ചു തുടങ്ങുന്ന ആളുകൾ എന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ സാധകം മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ സാധകത്തിൻ്റെ റുട്ടീനിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും പറ്റും. എന്നാൽ എല്ലാ സ്പീഡുകളും വായിക്കാനും പറ്റും. അപ്പോൾ ഒരു സ്പീഡിൽ നിന്ന് മറ്റു സ്പീഡിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിൻ്റെ ഐഡിയയും ഇതിൽ നിന്ന് കിട്ടും. 1-ാം കാലം വായിക്കുമ്പോൾ 2-ാം കാലം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ സരി സരി 1-ാം കാലം എങ്ങനെയാണെങ്കിൽ 2-ാം കാലം സരി സരി 3-ാം കാലം സരി ഗ മ പ ധ നി സ. ആ ഒരു റിലേഷൻ ബിറ്റ്വീൻ ദ കാലം പല ഡിഫറെൻറ്റ് സ്പീഡുകളിൽ എങ്ങനെയാണ് വരുന്നത്, 1-ാം കാലത്തിൻ്റെ ഇരട്ടി 2-ാം കാലത്തിലും 2-ാം കാലത്തിൻ്റെ ഇരട്ടി 3-ാം കാലത്തിലും എങ്ങനെ വരണം, അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടാണിത്. അപ്പോൾ നമ്മുടെ കാലപ്രമാണം ക്ലിയർ ആകാനും ഓരോ സ്പീഡുകളും നമ്മൾ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഇങ്ങനെ ഒരുമിച്ച് പരീക്ഷകൾ വായിച്ചാൽ, മിക്സ്ഡ് ആയിട്ട് വായിച്ചാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് സാധകം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ സാധകം ചെയ്യുന്തോറും നിങ്ങളുടെ വയലിൻ വായനയുടെ ആ ഒരു എക്സ്പെർട്ടൈസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇത് നമ്മുടെ ഡെയിലി റുട്ടീൻ ദിനചര്യയുടെ ഭാഗമാക്കിയിട്ട് വയലിൻ സാധകത്തെ എല്ലാവരും മാറ്റുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. എത്രത്തോളം നമ്മൾ സാധകം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ഒരു ലെസണുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.